എന്ത് മനോഹരമായിട്ടുള്ള കാഴ്ചയാണല്ലേ. പക്ഷേ നോ പെയിൻ നോ ഗെയിൻ എന്നാണല്ലോ. ഇന്നത്തെ നമ്മുടെ യാത്ര ബാണാസുര മലയിലേക്കാണ്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് ക്രിഷ് വണ്ടർലസ്റ്റ്. ഇപ്പോൾ നമ്മളുള്ളത് ബാണാസുര സാഗർ ഡാമിനടുത്താണ്. വയനാട്ടിലെ കൽപ്പറ്റയിൽ നിന്നും ഏകദേശം 21 കിലോമീറ്റർ അകലെയായിട്ടാണ് ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യയിലെ രണ്ടാമത്തെ ഏറ്റവും വലുതും ഇന്ത്യയിലെ ഏറ്റവും വലുതുമായിട്ടുള്ള മണ്ണണക്കെട്ടാണ് ബാണാസുര സാഗർ. ഈ അണക്കെട്ടിനെ ഫേസ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയിലാണ് ഇന്ന് നമ്മൾ ഒരു ടെൻറ്റ് സ്റ്റേ എടുത്തേക്കുന്നത്. ബാണാസുര സാഗർ ഡാം പോലുള്ള എർത്തൻ ഡാംസ് മണ്ണ്, കളിമണ്ണ്, പാറ, കല്ല് എന്നിവയൊക്കെയാണ് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് നിർമ്മാണത്തിനായിട്ട്. ഈ ഒരു ഡാം കാർഷികമായിട്ടുള്ള ആവശ്യങ്ങൾക്കും കുടിവെള്ളം സംഭരിക്കുന്നതിനൊക്കെയാണ് ഉപയോഗിക്കുന്നത്. മറ്റുള്ള ഡാമുകളെ അപേക്ഷിച്ച് നിർമ്മാണത്തിൽ നല്ല ചിലവ് കുറവാണെങ്കിലും ഇവയ്ക്ക് ഡ്യൂറബിലിറ്റി വളരെ കുറവാണ്. മെയിൻ്റനൻസ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഭൂകമ്പം പോലെയുള്ള വിഷയങ്ങൾ വരുമ്പോൾ മണ്ണ് കൊണ്ടുള്ള ഡാമുകൾ പെട്ടെന്ന് കേടാവാൻ സാധ്യതയുണ്ട്. ബാണാസുര സാഗർ ഡാമിന് അടുത്തായിട്ട് പലതരം ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഡാമിൻ്റെ റിസർവോയറിൽ തന്നെ ബോട്ടിങ്ങും അതുപോലെ തൊട്ടടുത്ത് തന്നെയുള്ള ബാണാസുര ഹിൽ ട്രെക്കും വളരെ ഫേമസ് ആണ്. ഇവിടെയുള്ള മറ്റൊരു അട്രാക്ഷനാണ് ബാണാസുര മീൻമുട്ടി വാട്ടർഫാൾസ്. ബാണാസുര സാഗർ ഡാമിന് വളരെ അടുത്തായിട്ടാണ് ഈ ഒരു വാട്ടർഫാൾസ് ഉള്ളത്. മുതിർന്നവർക്ക് 100 രൂപയും കുട്ടികൾക്ക് 50 രൂപയുമാണ് ഇവിടെ ചാർജ് ചെയ്യുന്നത്. അത്യാവശ്യം വഴുക്കലുള്ള പാറകളിലൂടെയാണ് നമ്മൾ കയറേണ്ടത്. അതുകൊണ്ട് കയറുന്ന സമയത്ത് വളരെയധികം സൂക്ഷിക്കണം, പ്രത്യേകിച്ച് മഴ സമയത്ത്. ഇത്തവണ ഞങ്ങൾ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ ബാണാസുര ഹിൽ ട്രെക്കാണ്. മിനിമം 5 പേരുണ്ടെങ്കിലാണ് നമുക്ക് ഈ ട്രെക്ക് ചെയ്യാൻ പറ്റുന്നത്. ഒരാൾക്ക് 800 റുപ്പീസ് വെച്ചിട്ടാണ് ചാർജ് ചെയ്യുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ഒരു ഗൈഡ് ആയിരിക്കും നമ്മൾ ഈ ട്രെക്കിൽ ലീഡ് ചെയ്യുന്നത്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എക്കോ ടൂറിസം വെബ്സൈറ്റ് വഴി നമുക്ക് ഓൺലൈനായി ഈ ട്രെക്ക് ബുക്ക് ചെയ്യാം. നിറയെ മരങ്ങളുള്ളൊരു കാട്ടിലൂടെയാണ് ബാണാസുര ട്രെക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ വഴി നേരെ ചെന്ന് കയറുന്നത് ബാണാസുരയിലെ മൊട്ടക്കുന്നുകളിലേക്കാണ്. ആനയുടെ സഞ്ചാരമുള്ള വഴിയാണെന്ന് മനസ്സിലായല്ലോ. പക്ഷേ ഈ അടുത്ത കാലത്തൊന്നും വന്നതിൻ്റെ ലക്ഷണമൊന്നും കാണുന്നില്ല. ഇറങ്ങിയായിരുന്നു മുടിയാതെ. അങ്ങ് ദൂരെയായിട്ട് കാണുന്ന മലയുടെ മുകളിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. സായിപ്പ് കുന്ന് എന്നാണ് ആ കുന്നിൻ്റെ പേര്. നടുഭാഗത്ത് ഈ കത്തിച്ച് കാണുന്നില്ല, ഇതാണ് ഫയർ ലൈൻ. പാത്ത് പോലെ കിടക്കുന്നുണ്ട്, അങ്ങോട്ട് ഫയർ ലൈൻ ആണ്. ആ ഒരു പാത്ത് പോലെ എന്നുവെച്ചാൽ ഇവിടം വരെ തീ വന്നാലും അപ്പുറത്ത് പടരത്തില്ല. മനസ്സിലായോ? ഈ പാത്ത് കിടക്കുന്നുണ്ട്, അത് ഫയർ ലൈൻ. അതൊരു സീസൺ ആകുമ്പോൾ, ഡ്രൈ സീസണിന് മുമ്പ് അത് സെറ്റാക്കും. ആ കറുത്ത പച്ചയാണോ? കടുത്ത പച്ചയാണോ? ഇത് കിളിപ്പച്ചയുടെ എത്രാമത്തെ നിലയായിട്ട് ഒരു പോയിന്റ് ആണ്. ഇത് ഇറങ്ങി അപ്പുറത്ത് പോകണ്ടേ? ഇല്ല, ഇതിന്റെ ടോപ്പ് പോലെ സായിപ്പ് വരെ പോകുന്നുള്ളൂ. അല്ല, അതൊരു ഇതുണ്ട്, പെർമിഷൻ ഉണ്ട്. സായിപ്പ് കുന്ന്, ആ മലയുടെ മേളിലാണ് കയറേണ്ടത്. അപ്പോൾ ഈ സ്ഥലത്തിന് ബാണാസുര ഹിൽസ് എന്നുള്ള പേര് എങ്ങനെയാണ് കിട്ടിയെന്ന് അറിയണ്ടേ? അസുര രാജാവായിട്ടുള്ള മഹാബലിയെ അറിയാത്ത മലയാളികളില്ല. ഓണം ആഘോഷിക്കുന്നവരാണല്ലോ നമ്മളെല്ലാവരും.
ബാണാസുരൻ ഈ മഹാബലി ചക്രവർത്തിയുടെ മകനാണ്. ഈ നാട്ടിലുള്ള വിശ്വാസം എന്താണെന്ന് വെച്ചാൽ കടുത്ത ശിവഭക്തനായിട്ടുള്ള ബാണാസുരൻ ഈ കുന്നുകളുടെ മുകളിൽ നിന്ന് ഭയങ്കരമായ ഒരു തപസ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു കണക്ഷൻ കാരണമാണ് ഈ ഹിൽസിന് ബാണാസുര ഹിൽസ് എന്നുള്ള പേര് വന്നതും പിന്നീട് ഇവിടെ ഒരു ഡാം വന്ന സമയത്ത് അതിന് ബാണാസുര സാഗർ ഡാം എന്നുള്ള പേരിട്ടതും. സീ ലെവലിൽ നിന്നും ഈ ഒരു സ്ഥലത്തിൻ്റെ ഹൈറ്റ് വരുന്നത് 2073 മീറ്റേഴ്സ്, അതായത് 6800ഓളം അടിയാണ്. നീൽഗിരീസിൻ്റെയും ഹിമാലയത്തിൻ്റെയും ഇടയ്ക്ക് വരുന്ന രണ്ടാമത്തെ ഉയരം കൂടിയ പീക്കാണിത്. Walking through the fire line. കരടി വന്നു പോയതിൻ്റെ ലക്ഷണങ്ങളെല്ലാം കാണുന്നുണ്ട്. ഇതാ ദൂരെയായിട്ട് കാണുന്നൊരു പാത്ത് കണ്ടോ, അതുവഴിയാണ് നമ്മൾ നടന്നു വന്നത് അത്രയും ദൂരത്തുനിന്ന്. എന്തെങ്കിലും ട്രക്കിങ്ങിന് വന്നതാണ്. അങ്ങനെ അവര് മലയൊക്കെ കണ്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ എത്തുമ്പോൾ സാഹിബ് പറഞ്ഞു എനിക്ക് ഇത് കണ്ടിട്ട് പോകാം, ഇവിടെ കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ട്. അങ്ങനെ കണ്ടപ്പോൾ അടുത്തുള്ള കൂട്ടുകാരൻ പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അങ്ങനെ 2 ദിവസം കഴിഞ്ഞിട്ട് ഇത് കണ്ടിട്ടാണ് പോവാണ്. അങ്ങനെ പറഞ്ഞപ്പോൾ അവർ ഇവിടെ തന്നെ കൂടി. എന്നിട്ട് മണ്ണിലേക്ക് താഴ്ന്നു പോയി. പിന്നെ പ്രതീക്ഷപ്പെട്ടത് കല്ലായിട്ട് അത് സാഹിബിൽ നിന്ന് വരുന്നത്. ഏതാ കല്ല്? ഈ കല്ല് ഈ കാണുന്നത് അപ്പുറമുണ്ട് ചെറിയ. ഈ മണ്ണിലേക്ക് താഴ്ന്നതെന്ന് പറയുമ്പോൾ അത് എന്തോ ദൈവത്തിന്റെ അത് കൊള്ളാം. ഞാൻ കേട്ടത് മണ്ണായി പോയി എന്നാണ്. ഇരുന്ന് മണ്ണായിട്ട് പറയുന്നത് ചില ആൾക്കാർ. മണ്ണായി പോയി മണ്ണ് പിന്നെ ലാസ്റ്റ് കൂന പോലെ അത് പിന്നെ പൂജയൊക്കെ ഉണ്ടായിരുന്നു. പൂജയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നിർത്തി. എൻ്റെ വലിയച്ഛനൊക്കെ ഉള്ള കാലം ഉണ്ടായിരുന്നു. അവരൊക്കെ മരിച്ച ശേഷം അതൊന്നുമില്ല. നമ്മളിപ്പോൾ കയറിക്കൊണ്ടിരിക്കുന്ന ഈ കുന്നിൻ്റെ പേര് സായിപ്പ് കുന്നെന്നാണ്. ആ ഒരു പേര് എങ്ങനെ വന്നു എന്നുള്ള കഥയാണ് നമ്മളുടെ ഗൈഡ് ഇപ്പോൾ പറഞ്ഞു തന്നത്. ഇത്രയും ശക്തമായിട്ടുള്ള വെയിലടിക്കുന്ന സമയത്തും ഇങ്ങോട്ടേക്ക് കയറാനായിട്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്നത് ഈ ഒരു വ്യൂ തന്നെയാണ്. കണ്ടിന്യൂസ് ആയിട്ട് ശക്തിയായിട്ട് കാറ്റും അടിക്കുന്നുണ്ട്. വയനാട്ടിലത്തെ ക്ലൈമറ്റ് എപ്പോഴും നല്ലതാണെന്നറിയാലോ. കാറ്റിലെപ്പോഴും ആ ഒരു തണുപ്പുണ്ടെങ്കിലും മൊട്ടക്കുന്നായതുകൊണ്ട് അടിക്കുന്ന വെയിലിന് ഒരു കുറവും ഉണ്ടാകാൻ പോകുന്നില്ല.
സായിപ്പ് കുന്ന് ടോപ്പ്. ചിറപ്പില്ലേ അതാ? കണ്ണില് അതുകൊണ്ട് ആ പാറ കണ്ടു ഫേസ് പോലും. ആ ശരിയല്ലേ? ആ ശരിയാണല്ലോ. ഒക്കെ ഒരു ഫേസാണ്. അതുകൊണ്ട് അവിടെ ഒരു മൂക്കും തല ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് കണ്ണു പറഞ്ഞു. രാഹുൽ ബ്രോ, നമുക്ക് അതിനെ രാഹുൽ പാറ എന്ന് പേരിടാം. സ്റ്റിക്ക് അവിടെ ഇരിക്കാം. ദൂരെയായിട്ടൊരു പാറയുണ്ട്. ഏകദേശം ഒരു മനുഷ്യൻ്റെ ഫേസ് പോലെയാണ് ആ പാറ ഇരിക്കുന്നത്. അതിനെ ഫാൻറ്റം റോക്ക് എന്ന് ആൾക്കാർ വിളിക്കാറുണ്ട്. ബാണാസുര ഹിൽ ടോപ്പിൽ നിന്നിട്ട് ബാണാസുര സാഗർ ഡാമിൻ്റെ റിസർവോയിൻ്റെ വ്യൂ ആണ് നേരെ കാണുന്നത്. ട്രെക്കിന് പോകുന്ന സമയത്ത് ലഞ്ച് പാക്ക് ചെയ്തിട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഒരു കാരണവശാലും നമ്മൾ കൊണ്ടുപോകുന്ന ഒരു വേസ്റ്റും അവിടെ ഇട്ടിട്ട് വരരുത്. അഞ്ചു പേര് പോയി. കയറാൻ വയ്യാന്ന്. ബാണാസുര ഹിൽ ട്രെക്കിൻ്റെ ടോട്ടൽ ഡിസ്റ്റൻസ് വരുന്നത് അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം 12 കിലോമീറ്ററാണ്. ഈ ഒരു ട്രെക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ഏകദേശം 7 മണിക്കൂറാണ് നമുക്ക് സമയം വേണ്ടത്. മഴയില്ലാത്ത സമയത്ത് ഈ ഒരു ട്രെക്കിന് പോവുകയാണെങ്കിൽ അത്യാവശ്യമായിട്ട് കയ്യിൽ കരുതേണ്ടത് കുറച്ച് കൂടുതൽ വെള്ളമാണ്. കാരണം എന്ന് വെച്ചാൽ മേളിലേക്ക് കയറുന്ന സമയത്ത് വെള്ളത്തിന് വേറെ സോഴ്സ് ഒന്നുമില്ല. വെയിൽ നന്നായിട്ട് അടിക്കുന്നത് കൊണ്ട് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നല്ലൊരു സൺ ഹാറ്റും സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. അത്രയും ഹാർഷായിട്ടുള്ള വെയിലാണ് ഇവിടെ അടിക്കുന്നത്. അതുപോലെ അത്യാവശ്യത്തിന് വേണ്ട സ്നാക്സും ഉച്ചയ്ക്കുള്ള ലഞ്ചും പാക്ക് ചെയ്തിട്ട് വേണം പോകാൻ. ഈ ഒരു സ്ഥലം ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് നമ്മുടെ കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. കൊണ്ടുപോകുന്ന സാധനങ്ങളിൽ വേസ്റ്റായിട്ടൊന്നും അവിടെ ഇട്ടിട്ട് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ബാണാസുര സാഗർ ട്രെക്ക് അടിപൊളിയല്ലേ? വീഡിയോ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വൺ. സീ യു സൂൺ.
Adios amigos.